ഹായ് ഗായ്സ്, നെസൽ കിങ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ചങ്കുമച്ചമാർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ഇന്നത്തെ വീഡിയോ വേറൊന്നല്ല, നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് എടുക്കാമെന്ന് വെച്ചാൽ വയനാട് ചുരം എത്തണേക്കാട്ടി മുമ്പ് ഒരു പുതിയൊരു റിസോർട്ട് വന്നിട്ടുണ്ട്. ആ റിസോർട്ടിലേക്കാണ് ഇന്നത്തെ നമ്മളെ ട്രിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ടിൻഡു ഉണ്ട്, അതേപോലെ തന്നെ ഒരു പുതിയൊരു അഗതിയും കൂടി നമ്മളെ വീഡിയോയിലുണ്ട്. ഇവനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഒരു പഠിപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനാണ് ഇവൻ. ഓക്കെ, അപ്പോൾ ഇവനെ കുറിച്ചിട്ട് ഇവൻ തന്നെ പറഞ്ഞോളും. അപ്പോൾ എന്താ പറയുക, നേരെ നമ്മളെ വീഡിയോയ്ക്ക് പോവാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഉറുമ്പ് കടിക്കുമെന്ന് 2024 ഏറ്റവും വലിയ പ്രശസ്തനായ സയൻറ്റിസ്റ്റ് നമ്മളെ ടിൻഡു പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് മസ്റ്റായിട്ട് അടിക്കുക. ഇന്നത്തെ നമ്മളെ ലൈക്ക് ടാർഗറ്റ് 100 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ബസ് കൊമ്പനാണ്, കൊമ്പൻ ബോംബെ ആണ്. ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ കൊമ്പൻ എടുത്തിട്ട് നേരെ ട്രിപ്പിലേക്ക് പോവാം. എടാ ടിൻഡു, 2 വന്ന് വണ്ടി കയറിയ. ഞങ്ങളൊക്കെ എപ്പോഴേ വണ്ടി വന്ന് കേറിക്കണ്. ഇനി ഇക്കയും അതേപോലെ നമ്മളെ പിള്ളേര് മാത്രമേ കേറാനുള്ളൂ. ഇക്ക് സ്ലോ മോഷൻ ഇട്ട് നടക്കാണ്ട് വേഗം വന്ന് നമ്മളെ കൊമ്പൻ ബസ്സിൽ വന്ന് കേറി. ആടെ ഞാൻ കേറി, നീ പറഞ്ഞു തീരുന്നേക്കാട്ടി മുമ്പ് ഞാൻ വന്ന് കേറി. പിന്നെ അതേപോലെ തന്നെ ഇക്ക നമ്മളെ ബസ്സിൽ കേറി അപ്പോൾ തന്നെ നമ്മളെ ബസ് എടുക്കാൻ ഇക്ക തുടങ്ങി. യാ അല്ലടാ, നമ്മളെ പഠിപ്പിച്ചിട്ട് എന്താടാ ഒന്നും പറയാത്ത? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എടാ പഠിപ്പി, നീ എന്തെങ്കിലുമൊക്കെ പറയടാ. ഹായ് ഗായ്സ്, എന്റെ പേരാണ് മോനി. അപ്പൊ ഗൈസ്, ഞാൻ പുതിയൊരു വീഡിയോയിൽ പുതിയ ആളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഈ വേട്ടാവളിയൻ ടിൻഡുവിന്റെ പോലെ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ വീഡിയോയിൽ വരാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇനി 1 മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ സ്കൂൾ വീണ്ടും തുറക്കും. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോയിൽ വരാൻ ശ്രമിക്കാം. ടിൻഡുവിന്റെ പോലെ എനിക്ക് എപ്പോഴും വീട്ടിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാക്സിമം പല വീഡിയോയിൽ വരാൻ നോക്കാം. ബട്ട് എൻ്റെ പേര് വീണ്ടും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു, മോനി. ഓക്കെ, അങ്ങനെ ആ ഒരു ചടങ്ങും കൂടി കഴിഞ്ഞിരിക്കുന്നു. എടാ മോനി, ഈ അതിൻ്റെ അടുത്ത് ടിൻഡുവിനും ആക്കി വിട്ടല്ലോ. ശരിയാണില്ലേക്ക, അത് ഞാനും ശ്രദ്ധിച്ച്. മോനി, നീ നിന്റെ കാര്യം പറയാൻ നിനക്ക് അങ്ങനെ പറഞ്ഞ പോലെ എന്തിനാ അതിന്റെ ഇടയ്ക്ക് എന്റെ കാര്യം കൂടി എടുത്ത് പറയണു? ആടാ മിണ്ടാണ്ടിക്ക്, നമ്മളെ പിള്ളേരെ കയറ്റാനുള്ള ടൈം ആയിരിക്കണം. ഇവരെ കയറ്റിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ പിള്ളേരെ കയറ്റാൻ ടൈം ആയിരിക്കുകയാണ്. എല്ലാരും വേഗം കേറ്. ആദ്യം നമ്മൾ പിള്ളേരെ ആദ്യം കയറ്റ്. എല്ലാരും വേഗം കേറ്. പിന്നെ ആ സൈഡ് സീറ്റ് എനിക്ക് വേണം. മോനെ വണ്ടി എടുത്തോ? ഓക്കെ ചേട്ടാ. ഇക്കഴിഞ്ഞ എന്താ നോക്കണ? അങ്ങോട്ട് പാട്ട് അങ്ങോട്ട് ഇട്. ഓക്കെ, ഞാനിപ്പോ ഇതാ പാട്ടിടാൻ പോവുകയാണ്. എന്നാ പിടിച്ചോ. എടാ ടിൻഡു, പാട്ട് എങ്ങനെ ഉണ്ട്? പിന്നല്ല, നമ്മൾ അങ്ങനത്തെ പാട്ട് ഇടാറുള്ളൂ അല്ലടാ മോനി? പിന്നല്ല, നമ്മൾ അങ്ങനത്തെ പാട്ടിട്ടില്ലെങ്കിൽ എന്ത് പാട്ട്? പാടണ പാട്ട്. തുടങ്ങി ഇവന്റെ ഒരു ചെളിയടി. നീ ഇപ്പൊ എവിടുന്ന് എണിച്ച് വന്നടേ? അതൊന്നല്ല ഇവിടുത്തെ വിഷയം. നീ പഠിക്കണ കാര്യത്തിൽ എന്നെ നോക്കിയെന്ന് ഇക്ക പറഞ്ഞത് കേട്ടേ? അല്ല, ഞാൻ ആ സമയത്ത് കേട്ടു. അത് എന്തിനായിരുന്നു? അതാണ് ഇപ്പൊ എനിക്കറിയേണ്ടത്. ഞാൻ പറ. അത് പിന്നെ എനിക്കൊരു ചെറിയൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. അത് നിന്നെ ഞാൻ ഊക്കണോന്ന് വിചാരിച്ച് പറഞ്ഞതല്ല കേട്ടോ. നീ അത് മനസ്സിൽ വെക്കണ്ട, കളഞ്ഞേക്ക്. ശരി, ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നീ ഇപ്പൊ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നേനെ.
നീ എന്ത് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും ലാസ്റ്റ് കൊണ്ടേ എത്തിക്കുന്നത് ഐസ്ക്രീമിലും ആണ്. എടാ നിനക്ക് ഈ ഐസ്ക്രീം തിന്നിട്ട് എന്താണ് കിട്ടുന്നത്? ഇക്ക നിന്റെ ഐസ്ക്രീമിനോടുള്ള പൂതി എന്നാവോ തീരാ? അത് ഈ അടുത്ത് തീരുമെന്ന് വിചാരിച്ച് നീ ഒരിക്കലും ഇരിക്കണ്ട മോനി. അവൻ്റെ ഐസ്ക്രീമിനോടുള്ള അവൻ്റെ ഇഷ്ടം അത് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ. ഇനി അത് നമ്മൾ എത്ര മാറ്റാൻ നോക്കിയാലും അത് മാറത്തില്ല. അത് അവൻ പോലും വിചാരിച്ചാൽ പോലും മാറത്തില്ല. അതുകൊണ്ട് ആ കാര്യം വിട്ടേക്ക്. ആ ശരി ശരി, ഞാൻ ആ കാര്യം വിട്ടു. പിന്നെ ഇക്ക നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത്? അയ്യേ, നീ ഇതൊന്നും അറിയാണ്ടാണോ വന്ന് കേറിയിരിക്കണേ? പിന്നെ നീ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇപ്പൊ വന്നിരിക്കുന്നത്? അല്ല, അത് പിന്നെ ഇക്ക നമ്മളൊന്ന് എവിടേക്കാ പോണേ? നമ്മൾ പോകുന്നത് വയനാട് ചുരം എത്തണക്കാട്ടി മുമ്പ് ഒരു പുതിയൊരു റിസോർട്ട് വന്നിട്ടുണ്ട്. അതൊരു കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നമ്മൾ അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇത് ഓർത്ത് വെച്ചോ, വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. ആ ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റ്. എടാ മോനി, പിന്നെ നീ എന്താ സ്കൂൾ തുറക്കാൻ ഇനിയൊരു മാസം കൂടി ഉണ്ടെന്ന് പറയണ്ടല്ലോ? സ്കൂൾ പോയി അടുത്ത് തുറക്കൂലേ? പിന്നെന്താ നീ ഒരു മാസം കൂടി ഉണ്ടെന്ന് പറഞ്ഞേ? അത് പിന്നെ ഞാൻ അറിയാത്ത എന്ന് പറഞ്ഞതാണത്. ഇക്ക അത് ആരോടും പോയി പറയരുത്, എനിക്ക് നാണക്കേടാണെന്ന്. ഏയ്, നമ്മളങ്ങ് ആരോടൊന്നും പോയി പറയില്ലടേ. മതി, എനിക്കതറിഞ്ഞാ മതി. ആ പിന്നെ നമ്മളെ വണ്ടിക്ക് ഡീസൽ കുറവാണ്. നമുക്ക് ഒരു ഫുൾ അങ്ങോട്ട് അടിച്ചിടാൻ കയറ്റിടാം. പിന്നെ ഇന്ന് ഞാൻ എന്റെ സബ്സ്ക്രൈബും അച്ഛന്മാർക്കും അതേപോലെ നമ്മൾ കൊമ്പൻ ബസ്സിന് വേണ്ടിയിട്ട് ഒരു അടാറ് പാട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ പാടണ്ട, നമുക്ക് ഡീസൽ അടിച്ചതിന്റെ ശേഷം പാടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പിന്നെ നിങ്ങൾ ആ പിള്ളേരൊപ്പം പോയി ഡാൻസ് കളിച്ചോ, ഞാൻ പോയി ഡീസൽ അടിച്ചിട്ട് വരാം. ആ മോനെ, ഡീസൽ എത്ര അടിക്കേണ്ടത്? ഫുൾ അടിച്ചോ ചേട്ടാ? ആ ഓക്കെ മോനെ. ആ മോനെ, ഡീസൽ ഫുൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേട്ടാ, ഇതാ പൈസ. ആ ഓക്കെ മോനെ, ശരി ശരി. എടാ ടിൻഡു മോനി ഒക്കെ വായുണ്ട്, മതി ഡാൻസ് കളിച്ച്. ഇക്ക ഞാനെത്തി. എടാ ടിൻഡോടെ? ടിൻഡു അവിടെ ഒരു കുട്ടീനെ ഇട്ട് സംസാരിക്കും. എന്താടാ കുട്ടിയാ? അവനെ അങ്ങോട്ട് വിളിച്ചേ. ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. എടാ ടിൻഡു, നിന്നെ ഇക്ക വിളിക്കുന്നു. എന്തൊക്കെ എന്നെ വിളിച്ചേ? ഡേയ്, നീ എന്താ അവിടെ ഒരു കുട്ടീനായിട്ട് സംസാരിക്കാന്ന് മോനി പറയുന്നത് ഞാൻ കേട്ടല്ല. എന്താടേ, ഞാൻ കേട്ടത് സത്യാണ്? അത് പിന്നെ ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആ കുട്ടീനെ കണ്ടപ്പോ നൈസായിട്ടൊന്ന് പോയി സംസാരിച്ചതാ. ഡേയ്, ഇത്ര നൈസ് കണ്ണാപ്പി പരിപാടിയൊന്നും നിന്റെ കയ്യിൽ ഇങ്ങനെ കാണാൻ പാടില്ല, മനസ്സിലായില്ലേ? ശരി ശരി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്റെ പാട്ട് അങ്ങോട്ട് തുടങ്ങിയാലോ? പിന്നല്ല, നീ അങ്ങോട്ട് പാടട കുട്ടാ. ഞാൻ അത് നിന്നോട് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ്, ഞാൻ ഇതാ പാടാൻ പോവുകയാണ്. എല്ലാവരും ഹെഡ്സെറ്റ് ഒക്കെ എടുത്ത് വെച്ചിരുന്നോ? ഞാൻ ഇതാ പാടാൻ പോവുകയാണ്. എന്നാ പിടിച്ചോ. നാടിന്ന മകനെ പൊന്മകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവെച്ച രക്ഷകനെ സുംബായവനെ, നമ്മൾ താഴെ കനിയെന്നതായി മരുപ്പിൽ മാറിപ്പോവയെന്ന തൃങ്കനായനെ, ഇരുട്ടിൽ സീച്ചയാവും രാജാവക്ക് എന്നാരും ചൊല്ലി, ഇവനെ തൊടുവാനായിരിക്കും വീരപ്പ് ഇന്നും മിലാണ്ടി അണ്ണൻ തടി നാണൻ കൊല വെക്കൊരു മിലാണ്ടി, ഇന്നും മിലാണ്ടി അണ്ണൻ തനി നാടൻ കൊല വെച്ചൊരു മിലാണ്ടി.
അപ്പൊ ഗൈസ് എന്റെ പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ കുറച്ച് കൂടുതൽ ദിവസമായി ഞാൻ പാട്ടൊക്കെ പാടിയിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, പിന്നെ എങ്ങനെയുണ്ട് എന്റെ പാട്ട്? എടാ മോനെ പൊളി പാട്ട് അല്ലടാ മോനി. പിന്നെ പൊളി പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ ഗൈസ് നിങ്ങൾക്കും പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് നമ്പർ 2023-2024. അതെ ഗൈസ്, അതുകൊണ്ട് ആരും അത് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് വല്ല മാമന്റെ ഫോണിക്ക് കോള് പോയിട്ട് ആ മാമന്റെ നല്ല ആട്ട് കേട്ടിട്ട് ഈ പൊട്ടനെ പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ആ കാര്യം ഇക്ക ഓർത്തിട്ട് ഇക്ക പേടിക്കണ്ട. കാരണം ഇവനെ പൊത്ത ലോക കഴുത അത് ഇവൻ മാത്രമേ ഉള്ളൂ. ആ മോനി, നീ എങ്ങാനും എന്നെ ഇനി കഴുതാന്ന് വിളിച്ചാല് എന്റെ സ്വഭാവം അങ്ങോട്ട് മാറും. പിന്നെ എന്റെ ഹിപ്പോപ്പൊട്ടാമസിന്റെ പവർ അങ്ങോട്ട് ഞാൻ എടുക്കും. എന്താടെ ഇപ്പൊ പൊട്ടാമസാ, ഇനി നീ ആ പേര് മാറ്റണ്ട, നിനക്ക് കറക്റ്റ് ആണത്. ആ താങ്ക് യു താങ്ക് യു താങ്ക് യു. പിന്നെ നമ്മളെ സ്ഥലം എത്തിയിട്ടാ. അല്ലക്ക, അപ്പുറത്ത് കൂടെ നമുക്ക് പോണ്ടേ? ഇക്കെന്ത് ഈ വഴി പോണ്? എടാ അത് വേറൊന്നല്ല, നമ്മളെ പിള്ളേരൊന്ന് കറക്കിയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയാക്കാം. അതിനാണ് ഞാനിപ്പോ ഈ വഴി എടുത്തത്. ഓ അങ്ങനെ. പിന്നെ ഇക്ക നമ്മൾ കൊമ്പനായിട്ടുണ്ട് കേറിയപ്പോ മഴ കണ്ട് പെയ്യണ്ടല്ല. പിന്നെ അല്ല ടിൻറ്റു, നമ്മളെ കൊമ്പനായിട്ടല്ലേ ഇങ്ങോട്ട് കേറണ്. അപ്പൊ മഴയല്ല ഇടിവെട്ടടക്കം ചിലപ്പോ ഉണ്ടാവും. അത്രക്ക് മാസല്ലേ. പിന്നല്ല കൊമ്പൻ മാസ്. അപ്പൊ ഗൈസ് നമ്മളെ സ്ഥലം എത്തിയിരിക്കുകയാണ്. അതെ ഗൈസ്, അങ്ങനെ നമ്മളെ സ്ഥലം എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മളെ പിള്ളേര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളെ സ്ഥലം എത്തിയിരിക്കുന്നത്. അത്രക്ക് DJ പാട്ടിൽ കിടന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കേ. അപ്പോൾ അവരെയും കൂടി വിളിക്കാൻ നമ്മളെ മോനി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ പിള്ളേരെ ഇറക്കാൻ നമുക്ക് പോവാം. അപ്പൊ ഗൈസ് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളെ പിള്ളേര് ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വിഷമം അവരെ മുഖത്ത് ഞാൻ കാണുന്നില്ല. എന്തായാലും നമ്മളെ പിള്ളേര് വളരെ ഹാപ്പിയാണ്. പിന്നെ നമ്മളെ പിള്ളേര് 2 മാസത്തിന്റെ വെക്കേഷൻ എൻജോയ് ചെയ്യാനല്ലേ വന്നത്. അവരെ എൻജോയ് ചെയ്യട്ടാ. ഇത് 2 മാസം കഴിയണ വരക്കല്ലേ ഉള്ളൂ. ആ അതും ശരിയാണ്. അപ്പൊ ഗൈസ് നമ്മളെ പിള്ളേരെ ഇറക്കാൻ പോവുകയാണ്. പിള്ളേരെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു പിടിച്ചിരുന്നു. നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ആ വേഗം എല്ലാരും ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഓടിക്കൂടും, നല്ല മഴയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ പിള്ളേരെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. എന്നോട് ഒരു ബ്രോ പറഞ്ഞത് ബ്രോ കൊമ്പം വെച്ചിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യാമോ എന്നാണ്. അപ്പോൾ ആ ബ്രോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഫുൾ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.